ഞങ്ങൾ വന്നിറങ്ങിയ ട്രെയിനാണ് ഈ കിടക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഈ ട്രെയിനിൽ പാരീസിൽ നിന്നും ലുക്സംബർഗ് എന്ന ഈ രാജ്യത്തെ ഈ സ്റ്റേഷനിലെത്താൻ കേട്ടോ. ഡബിൾ ഡെക്കറാണ്. അടിപൊളി. എന്ത് സെറ്റപ്പ് അല്ലേ, എന്ത് ക്ലീനാന്ന് നോക്കി. ട്രെയിൻ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടുത്തെ സമയം ഏകദേശം രാവിലെ ഒരു 11 മണിയായി കേട്ടോ. 7 മണിക്കൂറോളം ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ തിരിച്ച് ജർമ്മനിക്കുള്ള റിട്ടേണും കേട്ടോ. യൂറോപ്പിൽ 33 രാജ്യങ്ങൾ കറങ്ങാൻ പറ്റുന്ന യൂറെയിൽ പാസ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നത്. ലക്സംബർഗിൽ നമ്മൾ റൂം എടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് സ്റ്റേഷനിൽ തന്നെ ഈ ബാഗ് വെക്കാൻ പറ്റുന്ന സ്ഥലം നോക്കിയായിരുന്നു കേട്ടോ. 3 ട്രോളി ബാഗ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ബാഗേജ് ലോക്കർ ഉണ്ട് കേട്ടോ. നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് വെരിഫിക്കേഷൻ ചെക്കിങ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ബാഗ് അവർ കളക്ട് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ 3 ട്രോളി ബാഗ് നമ്മളവിടെ കൊടുത്തേ. അതിനകത്തെ ഇന്ത്യൻ റുപ്പീസ് കാണിച്ച് യൂറോയും കാണിച്ച്. എത്ര രൂപ ടോട്ടൽ? 1585 3 പെട്ടിക്ക്. പാരീസിൽ നിന്ന് നേരെ ലക്സംബർഗ് എന്ന് പറഞ്ഞ രാജ്യത്തെത്തിരിക്കുകയാണ്. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയതുകൊണ്ട് മെട്രോയിലും ബസ്സിലും എല്ലാം യാത്ര ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം. ഒരു രാജ്യത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിട്ട് വരെ എപ്പോഴത്തെ വേണമെങ്കിലും പോകാൻ പറ്റുന്നൊരു സൗകര്യം അല്ലേ. അത് ലക്സംബർഗ് എന്ന് പറഞ്ഞ ലക്ഷറി രാജ്യമാണ്. ഈ രാജ്യത്ത് വരണമെന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. ഞങ്ങളുടെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാം കയറുന്ന ബസ് രണ്ട് ട്രാം ഒരുമിച്ച്. ഇവിടെ ട്രാമും ഇവിടെ ബസ് കണ്ടോ. ഇതേ ട്രാം ഒരെണ്ണം വരുന്നുണ്ട് കണ്ടോ. വാ, ആദ്യം കണ്ട സ്റ്റേഷനിലാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ ഡോർ അടയും കേട്ടോ. ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. ടാറ്റാ, ബൈ. എന്തായാലും നമ്മൾ ചാടി ഇറങ്ങിയത് വെറുതെ ആയില്ല. ഒരു നല്ല വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഈ സ്ഥലം. 360 ഡിഗ്രി പനോരമിക് ലുക്കാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. $2500 ശരിയേക്കാം. ഇവിടെ വരുന്നവർ മസ്റ്റായിട്ടും ഇത് വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യാതിരിക്കരുത്. Which city in India? I don't have any other one. What do you want? What's the problem? 20, 30, 40, 45. Forget what? Forget it. Come on. You live in Europe or vacation? Yes. Vacation. Yeah, vacation. Good. You tell me stop. Okay. നീ പറഞ്ഞാലേ നിർത്തുള്ളൂ. Stop. Enough. Mama will help you. ഗുച്ചിയുടെ ബാഗിന് 3 ലക്ഷം രൂപ. ഇത് അവരുടെ തന്നെ ഹാൻഡ് മെയ്ഡ് ഗുച്ചി. ഇതിന് ഒരെണ്ണത്തിനൊക്കെ തന്നെ 3 ലക്ഷം സംതിങ് വരും. ഇവനെല്ലാം അറിയാം കേട്ടോ. ഇതൊക്കെ കാണാറുണ്ട്. ലക്സംബർഗ് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇവിടുത്തെ ഫുഡിന്റെ ഒക്കെ കോസ്റ്റ് ഭയങ്കര ഹൈയാ. ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി കണ്ടിട്ടുണ്ട്. ടാക്കോസ് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. വളഞ്ഞിരുന്നിട്ട് അതിനകത്ത് കുറെ സാധനങ്ങൾ, വെജിറ്റബിള്, ചിക്കൻ അങ്ങനെ ഇട്ടിട്ട് നമുക്കിങ്ങനെ പൊതിഞ്ഞ് തരും. നമ്മളത് കടിയും. നല്ല രസമാണ് അത് കഴിക്കാൻ, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നോക്കാം ഇതൊക്കെ എന്നാന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ഇവന് ഓരോരോ സാധനങ്ങൾ കാണുമ്പം അതറിയാന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കട്ടെ, അവനത് വേണമെന്ന് പറഞ്ഞു.
അല്ല നോക്കട്ടെ, അവന് ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നാൽ ഒരെണ്ണം മേടിക്കാം. ബാ, വേറെ വല്ലതും നമുക്ക് മേടിക്കാം. ബാ. സെൽഫായിട്ട് തന്നെ ഓർഡർ ചെയ്തത്. ബില്ല് കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും ബില്ല് അവിടെ കൗണ്ടറിൽ കൊണ്ടേ കാണിക്കണം. അപ്പൊ നമുക്ക് ആ ബീപ്പ് സൗണ്ട് അടിക്കുന്ന ആ സാധനം വരും. അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഫുഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഡീപ് സൗണ്ട് ഇവിടെ വരും, നമ്മുടെ ടേബിളിൽ വരും. അപ്പോൾ നേരെ അവിടെ ചെല്ലുക, മേടിക്കുക. എന്താ ഓർഡർ ചെയ്തത്? പിസ്സ ഹട്ട് ഇവിടെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണ് ബർഗർ കിങ്. അടിപൊളി. അതിൻ്റെ തൊട്ടപ്പുറത്ത് മാക്ഡോണൾസും ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് ഏത് വേണമെങ്കിലും കഴിയാം കേട്ടോ. അടിപൊളി. ശില്പക്ക് എന്നാ അടി വേണ്ടേ? പിസ്സ കഴിക്കാം. പിസ്സ എന്നാ പിസ്സ ഹട്ടിൽ കയറാം. ബാ. ബർഗർ വേണ്ടല്ലോ, രണ്ടും മേടിക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്നാ ബാ, കയറിക്കോ. With this, you scan in your English, okay, and this meat is halal, okay, and kebab, okay, this. ഇവിടുത്തെ ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്ന റോയൽ ജംബൻ ബ്രെഡ് മൊസറല്ല ചീസിൻ്റെ ഒരു ബ്രെഡും അതൊരു 4 പീസിൻ്റെ പറഞ്ഞേക്കുന്നത്. ചിക്കൻ കബാബിൻ്റെ പിസ്സ അതൊരു മീഡിയം സൈസാണ് പറഞ്ഞേക്കുന്നത്. റോയൽ ബ്ലിസിൻ്റെ ഒരു സോഫ്റ്റ് ഡ്രിങ്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഈ രാജ്യം ഇച്ചിരി കോസ്റ്റ്ലി തന്നെയാണ് കേട്ടോ. ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടുത്തെ. അങ്ങനെ ഫൈനലി നമ്മൾ ലക്സംബർഗിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. സൗണ്ട് ട്രക്കാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇങ്ങനെ കൊണ്ടൊന്ന് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊങ്ങി നേരെ അതേക്ക് ലോഡ് കയറ്റണം കേട്ടോ. ഞങ്ങൾക്ക് 1 മണിക്കൂർ കൂടെ ഉണ്ട്. ലക്സംബർഗിൽ അടുത്തൊരു ലൊക്കേഷൻ തപ്പി പോവാണ് കേട്ടോ. എവിടെ അടിച്ചാലോ? ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവസ്ഥ. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ട്രെയിനും ബസ്സും ഒക്കെ എടുത്ത് തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഓരോ രാജ്യത്തെക്കുറിച്ച് നല്ലതായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല അവസരമാണ് കേട്ടോ ഇത്. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചിട്ട് പോയാലോ? അതിലിരുന്ന് ഒരു ഗ്ലാസ് കാപ്പി ഇരുന്ന് കുടിച്ചിട്ട് പോയാലോ? ഇല്ലേ? കാപ്പിയൊന്നും തീർത്ത് ഒന്നും വേണ്ട. വാ. പണ്ട് മുതലേ BMW ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതിനകത്ത് കയറി ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ. മോനെ, നമുക്കിനി ഇതിലാണ് കേട്ടോ കയറേണ്ടത്. നമ്മളിപ്പോൾ ട്രെയിനിലും ബസ്സിലും ലക്സംബർഗ് ഫുള്ള് കറങ്ങി കാണുവാണ്. ഇതാണ് അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എല്ലാ സ്ഥലങ്ങളും കാണാം. ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങുക, അവിടെ കയറുക, തിരിച്ച് പിന്നെ അവിടെ നിന്ന് പോകും. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ലക്സംബർഗ് കണ്ടു കേട്ടോ. അടിച്ച് പൊളിച്ചു. അങ്ങ് അകലെ കാണുന്ന അതൊരു ഹൈഡ്രോളിക് സിസ്റ്റമാണ് കേട്ടോ. അങ്ങോട്ടുള്ള കടക്കാർക്കൊക്കെ പ്രത്യേക ഒരു എൻട്രിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന്. ഒരു ചേട്ടൻ വന്ന് പാസ്വേഡ് അടിച്ചപ്പോൾ ഇത് ഓപ്പൺ ആയി കേട്ടോ. ഐഡിയ എന്താണെങ്കിലും കൊള്ളാം, കാരണം പുറത്തുനിന്ന് ഒരു വണ്ടിയും ഇങ്ങനെയാണെങ്കിൽ അകത്ത് കയറില്ല കേട്ടോ. ഈ ലക്സംബർഗിലെ ട്രിപ്പിൽ ഞങ്ങൾ ഒരുപാട് ദൂരം നടന്ന് തന്നെ പോയി കേട്ടോ. പാക്കേജ് ഒന്നും അല്ലാതെ ഞങ്ങൾ തന്നെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി കേട്ടോ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളത് കണ്ട് ആസ്വദിച്ചാണ് കേട്ടോ ഓരോ സ്ഥലത്തുനിന്ന് മടങ്ങിയത്. ഒരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ കെട്ടിടങ്ങളാണ്. അത് കാണാൻ ഒരു പ്രത്യേകതര ഭംഗിയാണ് കേട്ടോ.
ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യം കൂടിയാണ് കേട്ടോ ഈ ലക്സംബർഗ്. സാമ്പത്തികമായിട്ട് ഇവർ വളരെ മുന്നിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ രാജ്യം വളരെ ഫേമസ് ആണ്. ഭംഗിയുള്ള സ്ഥലമാണ് പറയുന്നത് ലക്സംബർഗ്. ടൂറിസ്റ്റന്മാരുടെ നാട്. അപ്പോൾ നമുക്ക് കാണാനല്ലേ പറ്റും. നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വഴിയിൽ വലിയ തിരക്കൊന്നുമില്ല, പതിയെ ഓടിച്ച് പോയാൽ മതി അല്ലേ. ഒരുപാട് ആൾക്കാരൊന്നും ഉള്ള സ്ഥലമല്ലേ ഈ ലക്സംബർഗ്. നമ്മൾ മാത്രമേ ഉള്ളൂ ബസ്സിൽ. ലാസ്റ്റ് സ്റ്റോപ്പ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബസ്സിൽ. അടിപൊളി. ഈ ലക്സംബർഗിൻ്റെ ഏറ്റവും അറ്റം വരെ നമ്മൾ പോയിരിക്കുകയാണ് ഗൈസ്. ഡോറൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷെ ആരും ഇറങ്ങിയില്ല കേട്ടോ. ഡോറ് തന്നെ അടങ്ങി. എന്തോ സർക്കസ് ആണ്, ജംബോ സർക്കസ് പോലെ എന്തോ സംഭവമാണ്. അടിപൊളി. അറിയത്തില്ല. ലോകം ചുറ്റിയ ബസ് ആണ്ട പോണു. ആ പോണാണ് കേട്ടോ. അപ്പോൾ ലക്സംബർഗ് ഒക്കെ ഞങ്ങളൊന്ന് കണ്ടു ആസ്വദിച്ചു. ഇനി ഞങ്ങൾ നേരെ ജർമ്മനിക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ.